ഇന്ന് നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സേമിയ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി 2 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്യാം. ഇത് സാധാരണ വീറ്റ് ബ്രെഡ് കൊണ്ട് മിക്സിയിൽ അടിച്ചുണ്ടാക്കിയ ബ്രെഡ് ക്രംസ് ആണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് പായസം റെഡിയാക്കാം. ആദ്യം കാരമൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുക. 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 പേർക്കുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. പാല് ചേർക്കുമ്പോൾ കാരമൽ പെട്ടെന്ന് കട്ടയായി പോവും. പക്ഷെ അത് കുഴപ്പമില്ല. ഇളക്കി പാല് ചൂടാകുമ്പോൾ അത് പാലിനോട് മിക്സ് ആയിക്കോളും. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പായസം മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നല്ല തിക്കായ പായസമായിട്ട് വരും. ഇപ്പം നമ്മുടെ പായസം റെഡിയായി. ഇത് ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിന് ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ പായസം എന്ന് ഞങ്ങൾ പേരിട്ടത് കേട്ടോ. ഇത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ സ്ലൈസസും പിന്നെ
കാഷ്യൂ നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നമുക്ക് നോട്ടിഫിക്കേഷനും കാണാൻ പറ്റും. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. താങ്ക് യു.